ലാബോറട്ടറി ടെക്നീഷ്യൻ അപ്രൂവ്ഡ് കോഴ്സാണ്. ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റിലേക്കും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഒരു PSC അംഗീകാരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സൂചി വെച്ച് നടക്കാം. ഇത് ആർക്കുള്ള പ്രശ്നം? കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒരു പ്രോബ്ലമാണ്. അതേ സമയത്ത് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും സാധ്യതകൾ വേറെ ഉണ്ട്, ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പാലായിൽ നിന്നൊരു കുട്ടി എന്നെ വിളിച്ചു, ഓമശ്ശേരി വന്നു, എൻ്റെ വീട്ടിൽ വന്നു. ആ കുട്ടി +2 സയൻസ് ഗ്രൂപ്പാണ് കഴിഞ്ഞത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മാർക്കൊക്കെ എങ്ങനെ ഉണ്ടാവും റിസൾട്ടിന് മുമ്പാ. ആ കുട്ടി എല്ലാ സബ്ജക്റ്റും 95% മോൾ മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. 1 വർഷം നല്ല മാർക്കുള്ള കുട്ടിയാണ്. ഉപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഉമ്മ വീട്ടമ്മയാണ്. ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു മോളുടെ ആഗ്രഹം എന്താ? അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് BOT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്നാണ് കോഴ്സിന്റെ പേര്. ഡോക്ടറെ കാണാതിരിക്കുന്നതാണോ ആരോഗ്യം? ഇതൊക്കെ അസുഖമൊന്നുമില്ലേലും ശരി, മനസ്സിലൊക്കെ എന്തൊക്കെയോ സങ്കടം ഉണ്ടാവില്ലേ? ഒന്നുമില്ല, അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ സങ്കടം വരിക, ദോശയൊന്ന് മറിച്ചെടുക്കുമ്പോൾ ഒന്ന് കരഞ്ഞു പോവുക, പിന്നെ തിരുമ്പുമ്പം വീട്ടിലുള്ള ആൾക്കാരെ ഓർത്ത് 2 അടി കൂടുതൽ കൊടുക്കുക. ഇത്തരത്തിലുള്ള ചില മനപ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത് എനിക്കും ഉണ്ടാവും കേട്ടോ. കൗൺസിലർ അയച്ചിട്ട് എനിക്ക് മാനസികമായിട്ട് എപ്പോഴും സന്തോഷമാണെന്നൊന്നും പറയാൻ പറ്റില്ല. സൈക്യാട്രിസ്റ്റും വേറൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും. അത് സർവ്വസാധാരണമാണ് അല്ലേ? അത്തരത്തിലുള്ള മാനസികമായ സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? അല്ലേ? ഇന്നിപ്പോ മാനസിക സംഘർഷത്തിൽ ആരെ ഇരിക്കുന്നുണ്ടോ? ഈശ്വര, ഈ പെണ്ണുങ്ങളെ ക്ലാസ് എപ്പം നിർത്തും, ഞാൻ എൻ്റെ അരി ഊറ്റി വെച്ചിട്ടുണ്ട്, കറി വെച്ചിട്ടില്ല, 2 മണിക്ക് ഭർത്താവ് സമയത്തേന് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇത്രയും നല്ല രീതിയിൽ കൃഷി വിളവെടുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അവരെയൊക്കെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഒരു വീട്ടമ്മ രീതിയിൽ അതിലുപരി രാവിലെ ഒക്കെ പോയിട്ടാണ് അവർ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതുമൊക്കെ ഈ വായനശാലയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു വിജയം തന്നെയാണ്. ഏത് കാര്യത്തിനായാലും മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ച് അതിന് ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രയത്നം തന്നെയാണ്. ടൂറ് കൊണ്ടുപോവുക, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രോത്സാഹനം നൽകുക. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും അറിയാം. SLC +2 കഴിഞ്ഞിട്ടുണ്ട്. SLC കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 11, 12 എന്ന രീതിയിൽ തന്നെ +2 വരെ പോകും. +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ആശങ്കയാണ്. ചില കുട്ടികൾ പിന്നെ എന്താ പറയാ എൻട്രൻസ് കോഴ്സിന് വേണ്ടി ചേരും, ചിലർ ഡിഗ്രിക്ക് ചേരും. പക്ഷെ പല കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ ജോലിക്ക് സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നൊന്നും പല കുട്ടികൾക്കും മനസ്സിലായില്ല. ചില രക്ഷിതാക്കൾ പറയുന്ന കോഴ്സുകൾ ചില കുട്ടികൾ അത് ചേരാൻ വേണ്ടി താല്പര്യപ്പെടും, അല്ലെങ്കിൽ സ്വന്തം തന്നെ ഒരു താല്പര്യം തോന്നിയിട്ട് കുറെ കുട്ടികൾ അതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കും. പക്ഷെ എന്നിരുന്നാലും കുറെ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ നിങ്ങളിലെന്നും പാതറാത്ത വിശ്വാസങ്ങൾ താങ്ങായി തണലായി സ്നേഹമായി പകരുക നിങ്ങളിലെന്നും പതറാത്ത വിശ്വാസങ്ങൾ താങ്ങായി തണലായി സ്നേഹമായി